അപ്പോൾ ഇന്ന് നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഒരു സിഗ് ഞാൻ റിലാക്സ് ചെയ്യാനെടുക്കുന്നു. കാരണം ഇത് ഇപ്പോൾ ഉള്ളത്, അതായത് എടവണ്ണ ഫോറസ്റ്റ് റേഞ്ച് ഡിവിഷൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ജനനിബിഡല്ല നിബിഡ വനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. കാരണം മഴയൊക്കെ പെയ്ത് ഒരു ആമസോൺ കാടിനെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് രണ്ട് ഹിസ്റ്റോറിക്കൽ ഏരിയയിലാണ്. അതായത് ഇവിടെ ഒരു ഷെഡുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൽ ഒരു ഷെഡുണ്ടായിരുന്നു. അതായത് ഈ തോട്ടം 2015 ഈ തോട്ടം വെച്ച് പിടിപ്പിച്ചത്, തേക്ക് തോട്ടം. അപ്പം അത് പരിപാലിക്കുവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാച്ചറെ നിയമിച്ചിരുന്നു, മിസ്റ്റർ ഉസ്മാൻ ക എന്ന് പറയുന്ന ഉസ്മാൻ. അപ്പം അദ്ദേഹം ഇവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ പൊളിച്ച് മാറ്റി. ഇപ്പം വളരെ തിക്കായ ഫോറസ്റ്റായിട്ട് ഇവിടെ കാണുന്നു. പിന്നെ തേക്ക് ഒക്കെ വളരെയധികം ഉഷാറായിട്ട് വളർന്നു നിൽപ്പുണ്ട്. അതായത് ഒരു 2 കൈ കൂട്ടി പിടിച്ചാൽ കിട്ടുന്ന രീതിയിലെ തരത്തിലുള്ള മരങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പം അതാണ് സംഭവം. ഒരു ജീപ്പിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയം. ജീപ്പിൻ്റെ ഒച്ചയാണെങ്കിൽ മിക്കവാറും അത് അമരപ്പലം എന്ന ഈ ഫോറസ്റ്റിനുള്ളിൽ ഒരു റിസർവ്ഡ് കോളനി ഉണ്ട്. അപ്പം അതിൽ കുറേ ആളുകൾ, പിന്നെ ആദിവാസികൾ താമസിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ അടുത്തുള്ള കൾട്ടിവേഷൻ ഏരിയയിലേക്ക് പോകുന്ന ജീപ്പായിരിക്കാം, അല്ലെങ്കിൽ ഫോറസ്റ്റ് ജീപ്പാക്കാൻ സാധ്യതയുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. അപ്പോൾ അരുവി കണ്ടു, അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്നത് കേട്ടു. ഇതിന് നിറമെന്ന് പറയുമ്പോൾ ഒരു എമറാൾഡ് ഗ്രീനിൻ്റെ ഒരു കളറാണ് ഈ വെള്ളം കാണുന്നത്. ഇനിയാണ് ട്വിസ്റ്റ് വരുന്നത്. അതായത് ഞാൻ കുറച്ചുകൂടി ഡീപ്പായ ഒരു ഏരിയയിലേക്ക് എത്തി. ഡീപ്പായ ഏരിയ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ആനന്ദല്ല് അല്ലെങ്കിൽ എന്താണ് വെണ്ടേക്കും പോയി അങ്ങനെ എന്തോ പേരിൽ അറിയപ്പെടുന്നൊരു സ്ഥലമാണിത്. ഈ കാണുന്നതാണ് എൻ്റെ ട്വിസ്റ്റിൻ്റെ ആധാരമായ സംഭവം. അതായത് ഒരു മരം, അതിൻ്റെ അഗ്രഭാഗം വരെ ഞാൻ എടുത്തു. അതിൻ്റെ കടക്കുറ്റി ഇതാ കാണുന്നു. ഞാൻ അതിൻ്റെ കാൽക്കലൊന്ന് തൊട്ട് വന്നിക്കട്ടെ. കാരണം പ്രകൃതിയെ നമ്മൾ ബഹുമാനിക്കാൻ തക്ക രീതിയിലുള്ളൊരു തൊട്ടുവന്ദനം ഞാൻ അതിനൊരു ട്വിസ്റ്റ്, ഒരു തംസപ്പ് കൊടുത്തിരിക്കുന്നു. അപ്പം ഇദ്ദേഹത്തെ ഞാൻ എപ്പോഴും തൊട്ട് വണങ്ങാറുണ്ട് ഇതിൽ വരുമ്പോൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ചിട്ടേ ഞാൻ ഇതിനുള്ളിലേക്ക് കടക്കാറുള്ളൂ. അപ്പം അത് കഴിഞ്ഞു. ഹായ് മരമുത്തപ്പ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളുകളായാലും നിന്നെ കണ്ടിട്ട്. എനിക്ക് സുഖം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, എൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും. അതുപോലെ തന്നെ വന്യമൃഗങ്ങളിൽ നിന്നും മറ്റു ശല്യങ്ങളിൽ നിന്നും എന്നെ കാത്തുരക്ഷിച്ച് കൊള്ളണമേ എൻ്റെ മരമുത്തപ്പോ. താങ്ക് യു വെരി മച്ച്. അപ്പം ഇതിപ്പോൾ രണ്ടും നടക്കും. കാരണം സംസാരവും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ യാത്രയും നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് പതുക്കെ അങ്ങ് പോകാം മുന്നോട്ട്. അപ്പം ഞാൻ ഈ യാത്ര അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒരു 500 അടി കൂടി പോയിട്ട് ഇങ്ങോട്ട് പോരാനാണ്. കാരണം കൂടുതൽ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി രസകരമാണ്. പക്ഷേ ഒരു ഇൻസെക്യൂരിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കണ്ടില്ലേ മരങ്ങളുടെ ഒരു ഘോഷയാത്ര. ഏതാണ്ട് ഒരു 60 വർഷം 50 വർഷമൊക്കെ പ്രായമുള്ള മരങ്ങളാണ് ഈ നിൽക്കുന്നത്.
സ്വാഭാവിക വനത്തിൻ്റെ ഒരു അസുലഭ കലവറ എന്ന് വേണമെങ്കിൽ പറയാം. ഇതാ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട് കുറേ. ഇത് ഞാനൊരു ഒരുപാട് പ്രാവശ്യം എൻ്റെ ക്യാൻവാസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷി ശബ്ദം അവിടെ മുഴങ്ങുന്നുണ്ട്. അതായത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഭാഷ പോലെ തോന്നുന്നുണ്ട്. അതായത് ഒരു പക്ഷി മറ്റൊരു പക്ഷിക്ക് അതിൻ്റെ വെയറബോർഡ്സ് വെൽബീയിങ്സ് കൈമാറുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അതാണ് പക്ഷികളുടെ കരച്ചിൽ. അപ്പോൾ വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്കത് മുറിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് ഇങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോകാം. അത് നല്ലത്. അപ്പം ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. ഒരു ഡാർക്ക് അവസ്ഥയിൽ എടുത്താൽ കൂടുതൽ കാണാൻ സാധ്യതയുള്ളൂ. പഴയ ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാരിറ്റിയും അതുപോലെ തന്നെ പിക്ചർ റെസല്യൂഷൻസ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആക്സസ് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ ഒരു പക്ഷി കേട്ടില്ലേ പക്ഷിയുടെ സൗണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ടോ, ഇതിലടുത്തൊന്നും ഒരാളും പോയിട്ടില്ല. കാരണം പിന്നെ ഇത് 8 കാലി വല കെട്ടിയിട്ടുണ്ട്. അങ്ങനെയാകുമ്പം ഇതിലടുത്തൊന്നും ആൾ പോയിട്ടില്ല എന്നുള്ളതാണ്. ഇതാ ഒരു കാട്ടുകെടി. ഇത് നമ്മൾ ഒരുപാട് വർഷം കണ്ടതാണ് എങ്കിലും കാട്ടുകെടി ഇതൊരു സംഭവം. ഇനിതാ അപ്പം ഇപ്പം അടുത്തൊന്നും ഇതിൽ ആളുകൾ പോയിട്ടില്ല. ആളുകളെന്നല്ല വന്യമൃഗങ്ങളൊന്നും പോയിട്ടില്ല. പക്ഷേ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവരുടെ പാത്ത് ഒരു വേറെ ശൈലിയിലാണുള്ളത്. വേറൊരു രൂപത്തിലാണ് അവരുടെ സഞ്ചാര മേഖല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൃഗങ്ങൾ ഇതിൽ വന്നും പോയിട്ടില്ല ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതാക്കണേ, ഇതിന്ന് കൈക്കുമ്പിളിൽ കോരിയെടുത്ത് കുറച്ച് ജലം ഞാൻ മൊത്തി കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അത് കുറച്ച് ഡിസ്കിയാണ്. ഡിസ്കി എന്ന് പറയുമ്പം ഡിസ്ക് എൻ്റെ സുഹൃത്ത് എപ്പോഴും കൊളോക്കിയലായിട്ട് പറയുന്നൊരു വാക്കാണ്. റിസ്ക് എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡിസ്ക് എന്നാണ് പറയാറ്. അപ്പോൾ ഇതിൽ ഇറങ്ങിയിട്ട് ഒരു തുള്ളി വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറ ഞാൻ എവിടെ വെക്കും? വെള്ളത്തിലേക്ക് ഇടുക. എന്താ ചെയ്യുക? എന്താ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പം വെള്ളത്തിൻ്റെ ദാഹാംശം ഞാൻ തൽക്കാലം ഇവിടെ പിടിച്ചു നിർത്തുകയാണ്. അല്ലെങ്കിൽ ഞാൻ പോസ് വെക്കുക. അതല്ലേ. അപ്പോൾ എൻ്റെ ആഗ്രഹം തീർക്കുന്നതിന് വേണ്ടി കൈക്കുമ്പിളിൽ കുറച്ച് വെള്ളം കോരിയെടുത്ത് ഞാൻ മതിവരോളം ആസ്വദിച്ച് കുടിച്ചു. അത് കഴിഞ്ഞിതാ എൻ്റെ പാത വീണ്ടും തുടരുന്നു. ഇവിടെ വൈൽഡ് ബോറിൻ്റെ ഒരു മണം വരുന്നുണ്ട്. അതായത് കാട്ടുപന്നികൾ. അവറ്റയുടെ ശരീരം ഒരുതരം പ്രത്യേകതരം സ്മെല്ല് പുറപ്പെടുവിക്കുന്നുണ്ട്. അതിൻ്റെ മണം ഇവിടെ കാണുന്നുണ്ട്. കാട്ടുപന്നികൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. പന്നി എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ നായ്ക്കളെയും പൂച്ചകളെയൊക്കെ കാണുന്നത് പോലെയാണ്. ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ മേഖലകൾ ഒന്നും നടക്കുന്നില്ല. കാരണം ഒക്കെ ഈറ്റങ്ങൾ വന്നിട്ട് നശിപ്പിച്ച് കളയുന്നു. ഇനിതാ ഇതൊരു വഴിയാണ്. ഈ വഴി നേരെ പോകുന്നത് ഒരു ഫോറസ്റ്റ് ഓഫീസിലേക്കാണ്. ഏതാണ്ട് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ആ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്താം. പക്ഷേ ഫോറസ്റ്റുമാർ ശമ്പളം വാങ്ങുക എന്ന കാര്യത്തിൽ മാത്രമേ ശുഷ്കാന്തി കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ വളരെ ഭാഗ്യവാനാണ്. അവരിവിടെ ഈ വഴിയൊന്നും വരത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ സുഖമാണ്. ഇൻ്റർഫിയറൻസ് വരുന്നില്ല. തടസ്സങ്ങൾ വരുന്നില്ല.
ഇതൊക്കെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു അസുലഭം എന്ന് പറയുന്നത്, അസുലഭ നിമിഷം. ഞാൻ കുറേ കാലം ഗൾഫിൽ പണിയെടുത്തു, 10-15 വർഷത്തോളം. അപ്പോൾ ഗൾഫിൻ്റെ ചൂടും ചൂരും ഞാൻ അറിഞ്ഞു. പിന്നെ അക്കാഡമിക്കലി ഞാൻ ഒരു ഡിഗ്രി വരെ പഠിച്ചു. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ആക്സസ് ഓഫ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ അതുപോലെ തന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അതൊന്നും എനിക്ക് ജീവിതത്തിൽ പിന്നെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ജോലി ചെയ്ത സമയത്ത് എനിക്ക് എൻ്റേതായ ഒരു സ്റ്റാറ്റസും ഡിഗ്നിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് പോട്ടെ. അപ്പം ഇനി നമുക്ക് ഈ അത്ഭുത പ്രപഞ്ചത്തിൻ്റെ ഈ കാഴ്ചകളിലേക്ക് മടങ്ങാം. അത്ഭുത പ്രപഞ്ചത്തിൻ്റെ കാഴ്ചകളിലേക്ക് മടങ്ങാം. പിന്നെ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ ഇത് ഒരു വട്ടാണെന്ന് ആളുകൾ പറയും. കാരണം യാത്ര ഈ കാട്ടിലൂടെ, അതായത് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ കാട്ടിലൂടെ വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക. പക്ഷേ ഇതിലൊക്കെ ഒരുപാട് പൊരുളുകൾ അടങ്ങി കിടക്കുന്നുണ്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം നമ്മൾ രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, പണം സമ്പാദിക്കുന്നു, ഭക്ഷണ സാധനങ്ങൾ വാങ്ങുന്നു, വസ്ത്രങ്ങൾ വാങ്ങുന്നു, അത് വാങ്ങുന്നു, ഇത് വാങ്ങുന്നു. അല്ലാ, ഇവിടെ ആനയുടെ ചവിട്ട് ഇതാ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞു പോയതാണ്. ആനയുടെ കാലിൻ്റെ പല്ല് ഇതാണ് കേട്ടോ, പല്ല്. അതായത് ഏതൊരു കൊമ്പൻ ഇതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആന റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഇവിടെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് വേറൊരു മേഖലയിലായിരിക്കും. പക്ഷെ അതിൻ്റെ സഞ്ചാര മേഖല നമ്മൾ തടസ്സപ്പെടുത്തുമ്പോൾ മാത്രമേ അത് പ്രകോപിതരാവുകയുള്ളൂ. അപ്പം ഇതാണ് പറയുന്നത്. അപ്പം ഇതിനൊക്കെ ഒരു വ്യത്യസ്തത, ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വ്യത്യസ്തത എന്ന് പറയുമ്പം വർഷങ്ങളെടുത്ത ഒരു വ്യത്യസ്തതയാണ്. അതുകൊണ്ട് എനിക്ക് ഇത് വലിയൊരു ക്രൈസിനെസ് ആണോ എന്ന് തോന്നുന്നില്ല. ആണെങ്കിൽ തന്നെ എന്ത് പുണ്ണാക്കാണ് വരാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ആകണേ ഇതൊരു തരം മരം കേട്ടോ. ഈ മരത്തിൻ്റെ പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഇതിൻ്റെ സ്കിന്ന്, ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ, ഈ തൊലി പൊളിക്കുമ്പം ഒരു ചുവന്ന തരത്തിലുള്ള ഒരു പശ ഇങ്ങനെ വരുന്നു. അത് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ചിലപ്പം അത് അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. ഇത് സ്കിന്ന് കണ്ടോ, ഒരു ചുമന്ന കളറുള്ള ഒരു അവസ്ഥയാണ് വരുന്നത്. എന്തെങ്കിലും ഒരു പ്രത്യേകതയായിരിക്കാം മരത്തിൻ്റെ ഇല എന്ന് പറയുമ്പോൾ. അതൊരു നമ്മളെ ആലുമരത്തിൻ്റെത് പോലെയുള്ള ഒരു ഇലയാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഇവിടെ ഒന്ന് മുട്ടി നോക്കട്ടെ. ഇവിടെ മുട്ടുന്നു, എന്താ വരുന്നത്? ഇല്ല, ഇത് കുഴപ്പമില്ല. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൻ്റെ മുന്നിൽ ഇതേമാതിരി ഇത് നടന്നു പോയപ്പം ഇതിൻ്റെ ആ പശ ഉണ്ടല്ലോ, എൻസൈമോ എന്തായാലും പറയാൻ എനിക്കറിയില്ല. അപ്പോൾ അത് കുരങ്ങച്ചാടി അതിൻ്റെ പശ ഒരു ചുവന്ന കളർ കണ്ടപ്പോൾ ഞാൻ അന്ന് കുറച്ച് എക്സൈറ്റഡും അതുപോലെ തന്നെ നെർവസും ആയി. കാരണം ഇത് എന്തൊക്കെയോ ഭീകരജീവികളോ അല്ലെങ്കിൽ അദൃശ്യ ശക്തികളൊക്കെ ഇവിടെ ഉണ്ടെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അതല്ല, അതൊക്കെ അതിൻ്റേതായ ഇത് വേറൊരു മരം. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞത് അതാ കണ്ടോ, ഇതിങ്ങനെ ചീന്തിയിട്ടുണ്ട് സ്കിന്ന് കണ്ടോ, ചീന്തി പോയി. ഇത് ആനയാശന്മാരുടെ പണിയാണ്. ഇതിൻ്റെ ഈ സ്കിന്നെന്ന് പറയുമ്പോൾ ഈറ്റങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അത് ഐറ്റങ്ങൾ വലിച്ചു കീറി തിന്നും. അങ്ങനെ ആ മരം നശിക്കും. അങ്ങനെയുണ്ട്. ഇതാ കടുത്ത രീതിയിൽ ചീന്തി കഴിച്ചു പോയ ഒരു മരം ഇതാ നിൽക്കുന്നു. ഞാൻ സൂം ചെയ്യുന്നൊന്നുമില്ല. അപ്പം അത് അതിൻ്റെ ഒരു ഇതാണ്. അപ്പം ദൈവം ഇവർക്ക് ജീവിക്കാൻ പാകത്തിലുള്ള പലവിധ വിഭവങ്ങളും ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്.
അവരുടെ ജീവൻ നിലനിർത്തുകയും അതുപോലെ തന്നെ അവരുടെ വംശവർദ്ധനവിനും വേണ്ടി. വംശവർദ്ധനം എന്ന് പറയുമ്പോൾ അത് അതിര് കവിഞ്ഞാൽ അത് ഒരു തരം പ്രശ്നമായിട്ട് വരും. പക്ഷെ നമ്മൾ ഇതൊക്കെ സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റഡി ചെയ്യുന്നുണ്ടാകാം, സ്റ്റഡി ചെയ്യാനും അതുപോലെ തന്നെ അതിനൊരു റെമഡീസ് കണ്ടെത്താനും നമ്മുടെ സമൂഹം അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്പായിട്ടില്ല, എസ്പെഷ്യലി ഒഫീഷ്യൽ വേൾഡ്. അത് പോട്ടെ. അപ്പോൾ അതാ യാത്ര ഇടുന്നു. അതൊരു ഇരട്ടവാലൻ പക്ഷിയാശാൻ. എന്താടാ നോക്കണേ നിങ്ങളാ? പോയി ഞാൻ സൗണ്ട് കേട്ടപ്പോൾ പറന്നുപോയി. ഒരു ഇരട്ടവാലൻ പക്ഷി. അതിൻ്റെ രൂപം എന്ന് പറയുന്നത് തവിട് കളത്തിലുള്ള ഒരു നിറം അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ അവർ ഇര തേടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ ഇന്തൂസിയാസം അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ ശല്യം ചെയ്യാൻ അവിടെ ആരുമില്ല. വളരെ അപൂർവമായിട്ട് എന്നെ പോലെയുള്ള ചില സന്ദർശകർ വരുമ്പോഴേ അവർക്ക് ഇതൊക്കെ ഒരു കൗതുകകരമായി മാറുന്നത്. അപ്പോൾ ഇതാ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചുകൂടി ദൂരം പോയി ഞാൻ ഇങ്ങോട്ട് മടങ്ങും. എന്താണെന്ന് വെച്ചാൽ, പക്ഷേ അവിടെ സാഹചര്യം എനിക്ക് ഒരു അനുകൂലമായി തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ഞാൻ മുന്നോട്ട് പോകും. കണ്ടില്ലേ, കുറച്ചുകൂടി മുന്നോട്ട് പോകും. ഈ വീഡിയോസിൽ സ്റ്റെബിലൈസേഷൻ ഇല്ല, അതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്ന് പറയുമ്പം ഇത് ജെർക്ക് ചെയ്യും. ഇതാ പിണ്ടം, അഗൈൻ പിണ്ടം. ഇതിപ്പോൾ അടുത്ത് വന്നാട്ടോ. അടുത്ത് വന്നെന്ന് പറയുമ്പം ഏതാണ്ട് 2-3 ദിവസത്തിന് മുന്നേ ഒരാൾ ഇതിൽ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാ ഒരു വള്ളി പടർന്ന് നിൽക്കുന്നത് കണ്ടോ. വള്ളി എന്ന് പറയുമ്പം ഇതൊരു 1.5 വള്ളിയാണ്. അതിൻ്റെ ഒരു വണ്ണം. അപ്പം അതും കണ്ടു. ഇനി അങ്ങനെ പോവുകയാണ്. പിന്നെ ഞാൻ കൂട്ടിൻ്റെ ഒരാൾ വിളിക്കാത്തത്, ഇപ്പോൾ ഞാനീ പറയുന്ന സ്വാതന്ത്ര്യമൊന്നും അവരുടെ അടുത്ത് നടക്കത്തില്ല. അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളൊക്കെ ആയിരിക്കും, എനിക്ക് എൻ്റേതായ അപ്പോൾ അത് സംരക്ഷിക്കണമെങ്കിൽ ഞാനൊരു ഒറ്റയാനായി തന്നെ യാത്ര ചെയ്യണം. ഒരു ഡിസ്കുകൾ ഏറ്റെടുക്കണം, അത് വേറെ കാര്യം. ഇതെങ്ങനെയായിരിക്കും ഇവിടെ വന്നിരിക്കുക? ഞാൻ വെറുതെ ചുമ്മാ ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. ഈ ഒരു പാറക്കഷ്ണം ഇതിപ്പോൾ എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുക? ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരുക. നമ്മൾ ഈ യുദ്ധം, അതുപോലെ തന്നെ വെട്ടിപ്പിടുത്തം, കൊല്ലൽ, ഇതൊക്കെ മറന്നിട്ട് ഇത്തരം ചില രസകരമായ, അതായത് ആനന്ദകരവും അതുപോലെ തന്നെ സമാധാനകരവുമായ രീതിയിലുള്ള ഒരു ജീവിതം. പക്ഷെ അതിന് ദൈവം നമുക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിനൊരു പ്ലാറ്റ്ഫോം തരണം. അയ്യോ, ഇതാ കണ്ടില്ലേ, ആനച്ചവിട്ടാണിത്. ഒരു പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് തന്നെ ഇതിങ്ങോട്ട് തന്നെ പോന്നാ. അതെവിടെയൊക്കെ ഉണ്ട് കേട്ടോ ആനച്ചവിടുകൾ, ആനച്ചീവടികൾ, ഇളങ്കോവടികൾ. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു അനുഭവമായിട്ട് ഞാൻ എടുക്കുകയാണ്. എപ്പോഴുമില്ല, കാരണം ഇതിൻ്റെ റിസ്ക് അത്രത്ത് ഭയാനകമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലുമൊക്കെ, വെരി റെയർലി ഞാൻ ഈ റിസ്ക്കൊക്കെ ഏറ്റെടുത്ത് ഇതിലങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പാറക്കൂട്ടങ്ങൾ. എൻ്റെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് എൻ്റെ ഒരു മെയിൻ ഗോള്. നിബിഡ വനങ്ങൾ, റെയിൻ ഫോറസ്റ്റ് പറയുമ്പം മഴവനങ്ങൾ, അതായത് നമ്മുടെ എക്കോസിസ്റ്റത്തിൽ അതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടി മഴ, അതായത് മേഘങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനം. നമ്മുടെ ഭൂമി എത്ര സുന്ദരമാണ്. അപ്പോൾ ഈ സൗന്ദര്യം നമുക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. അതിജീവനത്തിന് വേണ്ടി നമ്മളെ പ്രകൃതിയൊക്കെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഓസോൺ ലെയറിലുള്ള വിള്ളലുകൾ പിന്നെ മണിക്കൂറുകൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ എന്ന രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മളെ ഭൂമിയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ജീവികളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ഇവല്യൂഷൻ പരിണാമപരമായ ഒരു അവസ്ഥയാണ് അതൊക്കെ. അതിപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും ചിലപ്പം അത് പ്രകൃതി തന്നെ ചെയ്യും. അതായത് ഇപ്പോൾ ഓരോ ഗ്രഹത്തിനും ഓരോ സംഭവങ്ങൾക്കും അതിൻ്റേതായ ഒരു നിശ്ചിത സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ലൈഫ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പം ആ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ലൈഫ് കഴിഞ്ഞാൽ അത് ഡിസപ്പിയർ ആവും. അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്രകൃതി ചെയ്യും. പക്ഷേ നമ്മളായിട്ടത് ചെയ്യരുത്. കാരണം നമ്മൾ പറഞ്ഞ ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. അപ്പം നമ്മളതിന് ഇടവരുത്തരുത്. നമ്മൾ ദൈവത്തെയൊക്കെ ഭയന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഈ മഹാഭാരതകളൊക്കെ പിന്നെ നമുക്ക് ആരാധിച്ചുകൊണ്ടൊക്കെ നമ്മൾ ജീവിക്കുക. അതല്ലാതെ നമ്മൾ ഒരു നശീകരണ പ്രക്രിയയിലേക്ക് പോകരുത്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ഭൂമിയിൽ നടക്കുന്ന ഈ നശീകരണ പ്രക്രിയകൾ, യുദ്ധം, അതുപോലെ തന്നെ പിടിച്ചടക്കൽ, അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള അസമത്വങ്ങൾ, ഇതൊക്കെ ഈ പ്രകൃതി തന്നെ ആ സ്വയം സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് കഴിയുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് ഒരു 1.5 ആന കേട്ടോ. ഈ ആന എന്ന് പറയുമ്പം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആന. അതിൻ്റെ കാലിൻ്റെ വണ്ണം തന്നെ നോക്കിയാൽ ഒരു 2 തൂണ് അതിന്മേൽ ഉണ്ടാക്കാം, അജാതി കാല്. അപ്പം അതാണ് സംഭവം. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു സ്നേക്ക് വാട്ടർ അതിൽ പോയി. അദ്ദേഹം എന്തോ സംഭവം പിടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോയി സ്നേക്ക് വാട്ടർ. അപ്പം നമ്മൾ അത് ചെയ്യുന്നത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഭൂമിയുടെ ആയുസ് തീരാനായി കാണും. അപ്പോൾ അതിനൊരു കാരണം ദൈവം തന്നെ ഉണ്ടാക്കുന്നതായിരിക്കാം. അല്ലാതെ എങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല. എൻ്റെ കാലൊന്ന് കഴിയുന്നു. എന്താ ചെറിയ മീനുകളുണ്ട്, പരൽ മീനുകളെ സ്വാഗതം. ഇതാകണ്ടോ, വരുന്നുണ്ടോ പരൽ മീനുകൾ? എൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്നുണ്ട്. അതിലെൻ്റെ കാലിൻ്റെ അടുത്ത് വന്നിട്ട് ഇതാക്കണം, ഇവിടെ നോക്കിയ കാരണം. എന്നിട്ട് ഏതോ പുതിയൊരു വിസിറ്റർ ഇവിടെ നിന്ന് നോക്കിയിട്ട് അവർ ഇങ്ങനെ പോയി. പരൽ മീനുകളെ, കൊള്ളിമീനുകൾ, അതായത് കോമറ്റ് ഉൽക്കകൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ. എവിടേക്കോ സൗണ്ട് കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ. പിന്നെ ഞാനിതിപ്പം സംസാരിക്കാതെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓരോ ചെറിയ അനക്കങ്ങളും എനിക്ക് പേടി നൽകും. പക്ഷെ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് എനിക്കൊരു തരം പേടിയൊന്നും വരുന്നില്ല. പക്ഷെ എന്നാലും എക്സൈറ്റഡ് ആണ്. അതായത് ഈ സമയത്ത് എന്ത് സംഭവിക്കാൻ എൻ്റെ ബോഡി എന്നെ ഇങ്ങനെ കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ബ്രെയിന്. മിസ്റ്റർ മൻസൂർ, ബി കേഷ്യസ്, ദിസ് സ്പേസ് ഈസ് നോട്ട് suitable for you. Maybe some dangerous hidden in front of you or in back of you or in corner of you. So be cautious എന്നിങ്ങനെ ബ്രെയിൻ ഇങ്ങനെ എന്നോട് പറയാം. എൻ്റെ ബ്രെയിൻ എന്നോട് ഇങ്ങനെ പറയാം. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു മഴയിൽ ഒരു ഇറക്ഷൻ സംഭവിച്ചു കണ്ട് ആ ഒരു ബാംബു പ്ലിട്ടോണിക്ക എന്ന ശാസ്ത്രീയനാമത്തിൽ അറിയപ്പെടുന്ന മുള വീണ് പോയിരിക്കുന്നു. വേറൊരുത്തൻ വീണ് പോയിരിക്കുന്നു. ആ അരുവിയിൽ ഇവിടെ രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട് തോന്നുന്നു. ഒന്ന് ഈ ഭാഗത്ത് കൂടിയും ഒന്ന് ആ ഭാഗത്ത് കൂടി. ഇനി അതോ ഇതിലെങ്ങ് വഴിയോ അങ്ങോട്ട് ചെല്ലുകയാണെന്തോ അറിയില്ല. ഏതായാലും ആ അരുവിയുടെ സ്പ്ലിറ്റായി വീണ്ടും നേരത്തെ കണ്ട അരുവിയുടെ തുടർച്ച ഭാഗം തുടർച്ച ഭാഗമാണ് ഇത് പോകുന്നത്. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ എടുക്കുമ്പം അതിൻ്റെ ഒരു സ്പേസ് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതായത് മെമ്മറീസിൽ വളരെയധികം സ്പേസ് കുറവാകുമ്പം ചിലപ്പം പലതും സംഭവിക്കാം. ഏതായാലും ഇനി അധിക ദൂരമില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ സൗണ്ട് കേൾക്കുന്നു. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ വീഡിയോസ് ഓഫാക്കും. കാരണം
എനിക്കിത് ആസ്വദിക്കണില്ല. ഞാൻ അതിങ്ങനെ വെറുതെ അതും പറഞ്ഞു കൊണ്ട് കാഴ്ചകൾ എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ചളി ലോകം. ഇതിലൊക്കെ ഫോറസ്റ്റ്മാരൊക്കെ വന്നു പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ചളി ലോകം. അതുകൊണ്ട് ഫോറസ്റ്റ് ജീപ്പ് വരുമ്പോഴാണ് ഇത് ചളി വരുന്നത്. അപ്പോൾ ഞാൻ അതിങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് പോകുന്നത് അത് രസമല്ലല്ലോ. നമ്മൾ ഇതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് നോക്കുമ്പോഴല്ല അത് ആസ്വാദ്യകരമായി മാറുക. പിന്നെ ഞാനിപ്പം എത്രയോ കലോർജി ഊർജം ഞാൻ സ്വീകരിച്ച് കാണുമെന്ന് ഞാൻ തന്നെ അതിശയിച്ച് പോവുകയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ഫ്രഷ് എയർ എനിക്ക് എവിടെ കിട്ടാനാണ്? ഭൂമിയിൽ എവിടെ ചെന്നാലും അത് കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനത്തെ മേഖലയിൽ ഒഴിച്ച്. ഇപ്പം ജപ്പാനിലൊക്കെ ഓക്സിജൻ പാക്കറ്റുകൾ വിൽക്കാൻ കിട്ടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഫ്രഷ് ഓക്സിജൻ, അതായത് പാക്കറ്റ് ഓക്സിജൻ വരെ വിൽക്കുന്നൊരവസ്ഥയിലേക്ക് ജപ്പാൻകാർ മാറിയിട്ടുണ്ട്. ഒരു അണ്ണാറക്കണ്ണം സ്ക്യൂറൽ അണ്ണാറക്കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ. പിന്നെ കാടിൻ്റെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഇതിൽ കടന്നു പോകുമ്പോൾ മിണ്ടാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. കാടിൻ്റെ മറ്റൊരു നിയമമാണത്ര, മിണ്ടാൻ പാടില്ല. നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ജസ്റ്റ് പതുക്കെ സൈലൻ്റായിട്ട് പോവുക. അപ്പോൾ ഇത് വീടും വരെയാണ് എൻ്റെ ഒരു അതിർത്തി ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. എങ്കിലും അവിടെ ചളിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടം വരെയാണ് എൻ്റെ അതിർത്തി ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഏതാനും കിലോമീറ്റർ കൂടി നടന്നാൽ പെരുവമ്പാട് എന്ന സ്ഥലത്തെത്തും. അവിടുന്ന് ബസ്സൊക്കെ കിട്ടും. എങ്ങോട്ട്? അകമ്പാടത്തേക്ക്. അകമ്പാടത്ത് ടു നിലമ്പൂരൊക്കെ എപ്പോഴും വണ്ടി ഉണ്ടാവും. പക്ഷെ അത് രസമല്ല. അപ്പം ഇതിൻ്റെ കുറച്ചും കൂടി ഒരു 300-400 അടി അപ്പുറത്തായിരുന്നു കൂപ്പ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ കുറച്ച് പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അന്ന്. കഴിഞ്ഞ ഏതോ ഒരു വേനൽ സമയത്താണ് ഞാനിതിൽ വന്നത്. അതിനുശേഷം ആദ്യമായിട്ടാണ് ഇതിൽ വരുന്നത്. ഇവിടെ കൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ കൂപ്പ് ഇതിലങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോകണം. അപ്പം ഇപ്പം അത് ഡീആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രം. പിന്നെ വഴിയിലേക്ക് വീണ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഫോറസ്റ്റ് ഗാർഡ്സ്. അപ്പോൾ എൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പം എൻ്റെ മാത്രം ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അതിൽ ചിലപ്പോൾ തെറ്റുകൾ വന്നേക്കാം. അതൊന്നും എന്നെ ബാധിക്കത്തില്ല. നടന്നു പോകാം. ഇത് ചവിട്ടടികൾ. ഈ ആന ഭയങ്കര വളന്മാരാട്ടോ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇത് മനുഷ്യർ നടക്കുന്ന വഴിയാണ്. ഇനി അതിൽ പോകണ്ടെന്ന് തീരുമാനിക്കല്ല. അവർ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോവുക, കള്ളന്മാർ. അപ്പം ഒരു കാര്യം ചെയ്യാം. ആ കുന്ന് വരെ പോയിട്ട് ഇവിടെ തിരിച്ചു പോരാം. ആ കുന്നിൻ്റെ അഗ്രഭാഗത്ത് ഞാൻ എൻ്റെ വീഡിയോസ് അവസാനിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു പോരും. യു അണ്ടർസ്റ്റാൻഡ് മീ ഓൾ ദ ഗൈസ്? എന്നാൽ ഇനിയിപ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പം എന്തെങ്കിലും പ്രത്യേകതരമായ എന്തെങ്കിലും കാഴ്ചകൾ വരികയാണെങ്കിൽ ഞാനത് വീണ്ടും ഇതിൽ പകർത്തുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ അരമണിക്കൂറായി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൻ്റെ മുന്നേ എൻഡിൽ സ്റ്റാർട്ടിങ്ങിലെടുത്ത ചെറിയ ബിറ്റ് വീഡിയോസുകൾ വേറെയും. ഇവിടെ ഒരു കോപ്രായം കാണുന്നുണ്ട്. ഇത് നമ്മളൊക്കെ വഴിക്ക് വീഴുന്നത് പോലെ ഇറങ്ങിയപ്പം ആസാമികൾ വഴുതിയിട്ടുണ്ട്. കാലിങ്ങോട്ട് വഴുതിയിട്ട് താഴത്തേക്ക് സ്ലിപ്പ് ചെയ്ത് വന്ന. അപ്പം അതിന് വായിലുണ്ടായിരുന്ന അതിന് ഡെലിഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡിൻ്റെ കഷ്ണം താഴത്ത് കൊഴിഞ്ഞാടി. എന്തൊക്കെ വിക്രികളാണ് ഇവർ കാട്ടുന്നത്. ബ്രെയിനിൽ അവർക്കും പല ജാതി രസങ്ങളും കാണുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ചിലപ്പം അമ്മയും മക്കളും ഒക്കെ ആയിരിക്കാൻ വന്നിരിക്കാം. പക്ഷെ അമ്മയും മക്കളാണെങ്കിൽ ഒരുപാട് ഇത് കാണുകയാണ്. കാലിൻ്റെ അടയാളങ്ങൾ ഇത് 1-2 കാണുന്നുള്ളൂ.
ഞാൻ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിക്കാൻ തക്കത്ത രീതിയിലുള്ള ഉപകരണങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതാക്കണ എൻ്റെ വരാനായിരിക്കുന്നു. അപ്പുറത്തേക്കാണ് കുറ്റിമണ്ണ എന്ന് പറയുന്നത്, കുറ്റിമണ്ണ ഫോറസ്റ്റ്. പിന്നെ വേറെ രസം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടില്ലേ, ഇത് ഈ ഇരുള് പറഞ്ഞ മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് ആണ് ഈ കിടക്കുന്നത്. ഞാനൊരു കാലത്ത് ഇവിടെ എനിക്ക് സൗകര്യം ഉണ്ടാകുന്ന സമയത്ത് ഞാനിവിടെ നിന്ന് വിറക് കളക്ട് ചെയ്യുന്നു. അന്നൊന്നും ആനശല്യം വളരെ കുറവായിരുന്നു. വിറക് കളക്ട് ചെയ്തിട്ട് ഞാനിവിടെ നിന്ന് പോകാറുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം, ബായ്.